ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായത്തെ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദിനധാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ സ്കന്ധത്തിലെ അധ്യായം 11 37 ശ്ലോകമാണ്. തമയം മന്യതേ ലോകോ ഹി സംഗം അഭിസംഗിനം ആത്മൗപമേന മനുജം വ്യാപൃണ്വാനാം യദോ അബുധഃ. തമയം മന്യതേ ലോകോ ഹി സംഗം അഭിസംഗിനം ആത്മൗപന്യേന മനുജം വ്യാപൃണ്വാനാം യദോ അബുധഃ. തമയം മന്യതേ ലോകോ ഹി സംഗം അഭിസംഗിനം ആത്മൗപന്യേന മനുജം വ്യാപൃണ്വാനാം യദോ അബുധഃ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. വിവർത്തനം ദയവായി ഏറ്റുചൊല്ലുക. ഭൗതിക ബന്ധത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന സാമാന്യ ബദ്ധാത്മാക്കൾ ഭഗവാനെ അവരിലൊരാളായി കരുതി ഊഹാപോഹങ്ങൾ നടത്തുന്നു. അദ്ദേഹം നിസ്സംഗതനെങ്കിലും ഭൗതിക വസ്തുക്കളിൽ ആകൃഷ്ടനാണെന്ന് അജ്ഞാത നിമിത്തം അവർ ചിന്തിക്കുന്നു. ഭാവാർത്ഥം. അബുധ എന്ന പദം ഇവിടെ പ്രാധാന്യമർഹിക്കുന്നു. അജ്ഞത ഹേതുവാകയാലാണ് മൂഢരായ ലൗകിക വഴക്കാളികൾ പരമപുരുഷനെ തെറ്റിദ്ധരിക്കുകയും അവരുടെ മണ്ടൻ സങ്കല്പങ്ങളെ നിഷ്കളങ്കരായ സാമാന്യ ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുന്നതും. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ ആദിമ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. മാത്രവുമല്ല, ഏവരുടെയും മുന്നിൽ അദ്ദേഹം സ്വയം പ്രത്യക്ഷനാകുമ്പോൾ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ പരിപക്വമായ ദിവ്യശക്തി പ്രദർശിപ്പിച്ചു. ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യ ശ്ലോകത്തിൽ പ്രസ്താവിച്ചതുപോലെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ എന്തും പ്രവർത്തിക്കുവാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സർവപ്രവൃത്തികളും പരമാനന്ദം, ജ്ഞാനം, നിത്യത എന്നിവയാൽ സമ്പൂർണമാകുന്നു. ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശനം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ ദ്വാരകയിലെ രാജ്ഞിമാര് ഭഗവാനെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുകയും ഭഗവാനെ കടാക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളിലെല്ലാം ഇതേ പറ്റിയിട്ടാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. ഇപ്പോൾ ദ്വാരകയിലെ രാജ്ഞിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അത്യധികം വശ്യമായിട്ടുള്ള സൗന്ദര്യമുള്ള രാജ്ഞിമാരായിരുന്നു. കാരണം ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങളായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. അപ്പോൾ കാമദേവനെ പോലും മോഹിപ്പിക്കാൻ കഴിവുള്ളതാണ് രാജ്ഞിമാരുടെ മന്ദഹാസവും കടാക്ഷവും എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്.
കാരണം അത്രയ്ക്ക് വശ്യ സൗന്ദര്യത്തിന് ഉടമകളായിരുന്നു അവർ ഓരോരുത്തരും. പക്ഷേ അവരുടെ ഈ വശ്യമായ സൗന്ദര്യത്തിന് ഒന്നും തന്നെ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ചഞ്ചലപ്പെടുത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ സർവശ്രേഷ്ഠനാണ്, സർവസമ്പൂർണനാണ്, അല്ലേ? ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാന് മറ്റൊന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അത്രയും ശ്രേഷ്ഠ വ്യക്തി ആയതുകൊണ്ട് ഭഗവാന്റെ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് വേറൊന്നും തന്നെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഈ രാജ്ഞിമാരുടെ സൗന്ദര്യം കൊണ്ട് ഭഗവാനെ കീഴടക്കാൻ സാധിച്ചില്ല എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. പക്ഷേ അതേ സമയം തന്നെ അല്ലേ, തങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സേവനത്താലും ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയാലും അവർ സദാ ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ആളുകളാണ്. അപ്പോൾ ഈ രാജ്ഞിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇവർ ദണ്ഡകാരണ്യത്തിലെ സന്യാസിമാരാണ് അല്ലെങ്കിൽ ഋഷിമാരാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സീതാദേവി അവിടെ രാമചന്ദ്ര ഭഗവാനു വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യുകയും രാമചന്ദ്ര ഭഗവാനെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നത്രേ, ഞങ്ങൾക്കും ഇങ്ങനെ ഭഗവാന് സേവനം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, ഭഗവാന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആ ഋഷിമാര് ആഗ്രഹിച്ചിരുന്നു. അപ്പം അതിനെ ഭവിഷ്യ അഭിമാൻ എന്നാണ് ശാസ്ത്രം പറയുന്നത്, ആ ഒരു ആഗ്രഹത്തിനെ. അപ്പോൾ ആ ഋഷിമാരുടെ ആഗ്രഹമാണ് പിൽക്കാലത്ത് ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരാണ് ദ്വാരകയിലെ രാജ്ഞിമാരായിട്ട് വന്നത് എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പോൾ അവര് സദാസമയവും ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഓരോരുത്തരെയും തൻ്റെ പത്നിയായിട്ട് സ്വീകരിക്കുന്നതിൽ ഭഗവാൻ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തിയത് അവരുടെ ഭക്തി കൊണ്ടും സേവന തൽപരത കൊണ്ടുമാണ്. ഇപ്പോൾ ഭഗവാൻ സദാ നോക്കുന്നത് നമ്മുടെ സേവനവും ഭക്തിയുമാണ്. അപ്പം അതിൽ എത്രമാത്രം ആത്മാർത്ഥത കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു, അതിലാണ് നമുക്ക് എത്രത്തോളം ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ നാം ചെയ്യുന്ന ചെറിയൊരു സേവനം പോലും ഭഗവാൻ ഓർത്തു വയ്ക്കും, അല്ലേ? നമുക്ക് അതിന് നിരവധി ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പല ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും അല്ലെങ്കിൽ ഭാഗവത്തിൽ തന്നെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, ശിശുപാല വധത്തിന് ശേഷം ഭഗവാന്റെ വിരലിലേക്ക് സുദർശന ചക്രം തിരികെ എത്തുമ്പോൾ ഭഗവാന്റെ വിരൽ ചെറുതായിട്ടൊന്ന് മുറിയും, അല്ലേ? അപ്പോൾ അടുത്ത് നിൽക്കുന്ന ദ്രൗപദി ഉടനെ തന്നെ തൻ്റെ ശിരോവസ്ത്രം വലിച്ചു കീറി ഭഗവാന്റെ മുറിവ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തല കുലുക്കും, അല്ലേ? നിനക്ക് യഥാർത്ഥ ആവശ്യം വരുമ്പോൾ ഇതിന് ഞാൻ പകരം നൽകുമെന്നാണ് ഭഗവാന്റെ ആ പുഞ്ചിരിയുടെ അർത്ഥം. അപ്പോൾ അതേപോലെ ഭഗവാൻ ദ്രൗപദിക്ക് ഏറ്റവും വിഷമം പിടിച്ച ഒരു ഘട്ടം ജീവിതത്തിൽ വന്ന സമയത്ത് ആ ഒരു ചെറിയ കഷ്ണം തുണിക്ക് പകരമായിട്ട് കിലോമീറ്ററുകളോളമുള്ള സാരിയാണ്, അല്ലേ, ഭഗവാൻ ദ്രൗപദിക്ക് നൽകി അനുഗ്രഹിച്ചത്. അപ്പോൾ ഇതേപോലെ നാം ചെയ്യുന്ന ചെറിയൊരു സേവനം പോലും, അല്ലേ, ഭഗവാൻ പറയുന്നുണ്ട്, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്, അല്ലേ? നീ ചെയ്യുന്ന ചെറിയൊരു സേവനം, ചെറിയൊരു കാര്യം ചെയ്താൽ പോലും നിന്നെ ഞാൻ മഹാഭയങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, ഒരുപാട് മലയൊന്നും മറിക്കാൻ ഭഗവാൻ പറയുന്നില്ല, അല്ലേ? വളരെ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും ഭഗവാൻ അതിനെ ഓർത്തു വയ്ക്കുകയും അതിൻ്റെതായ സമയത്ത് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യും. അത് ഭഗവാന്റെ വളരെ വലിയൊരു സവിശേഷതയാണ്, ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കാരുണ്യമാണ്. ഇപ്പോൾ ശബരിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ശബരി ദണ്ഡകാരണ്യ വനത്തിൽ മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ ശബരിയുടെ വിവാഹ സമയത്ത് ഒരുപാട് മൃഗങ്ങളെ ബലി കഴിക്കുവാനായിട്ട് അച്ഛൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇത്രയും മൃഗങ്ങളുടെ മരണത്തിന് കാരണം ഞാനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ശബരി അവിടെ നിന്ന് ഓടിപ്പോകുന്നത്.
അങ്ങനെ ദണ്ഡകാരണ്യ വനത്തിലെത്തി പലരുടെയും ആശ്രമത്തിൽ അഭയത്തിനായിട്ട് ചെന്നെങ്കിലും ആരും തന്നെ സ്വീകരിച്ചില്ല. കാരണം ശബരി വളരെയധികം താഴ്ന്ന കുലത്തിലെ കുട്ടിയായിരുന്നു. അപ്പോൾ ഈ മാതംഗ മഹർഷിയാണ് ശബരിയെ കൂടെ കൂട്ടിയത്. അപ്പോൾ അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ശബരിക്ക് താമസിക്കാനായിട്ട് ഇടം കൊടുക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾ, കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് മാതംഗ മഹർഷിക്ക് സമാധി ആകേണ്ട സമയമായപ്പോൾ അദ്ദേഹം ശബരിയെ അടുത്ത് വിളിച്ചിട്ട് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശബരി പറയും, അങ്ങ് കൂടെ ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് അപേക്ഷിക്കും. അപ്പോൾ മാതംഗ മഹർഷി പറയും, രാമചന്ദ്രൻ ഭഗവാൻ ഈ വനത്തിൽ ഒരു ദിവസം വരും, അതുവരെ നീ ഇവിടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഭഗവാൻ വന്നതിന് ശേഷം നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് മാതംഗ മഹർഷി സമാധിയാവും. ഇപ്പോൾ തൻ്റെ ഗുരുനാഥൻ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യമാണ് അല്ലേ, ഭഗവാൻ വരും, ഭഗവാനെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്ക് വിശ്വസിച്ച് ശബരി രാമചന്ദ്ര ഭഗവാന്റെ വരവിനായിട്ട് തൻ്റെ കുടിലിൽ എന്നും കാത്തിരുന്നു. പക്ഷേ ശബരി വെറുതെ കാത്തിരിക്കുക മാത്രമല്ല ചെയ്തത്, നിത്യവും വനത്തിൽ പോയിട്ട് അവിടെ ലഭിക്കാവുന്ന പൂക്കളും കായ്കളും എല്ലാം ശേഖരിച്ച് ഭഗവാനെ വരവേൽക്കാൻ തൻ്റെ ഗൃഹം, ആ ചെറിയൊരു കുടിലാണെങ്കിലും അത് മനോഹരമായി അണിയിച്ചൊരുക്കി അവിടെ ഭഗവാൻ വന്നെത്തുന്ന നാളും കാത്ത് ശബരി കാത്തിരിക്കുകയായിരുന്നു. 1-2 വർഷം അല്ലെങ്കിൽ 1-2 ദിവസമല്ല ശബരി കാത്തിരുന്നത്. ഒരുപാട് കാലം തൻ്റെ ഗുരുനാഥൻ്റെ വാക്കു വിശ്വസിച്ച് ശബരി അവിടെ കാത്തിരുന്നു. അപ്പോൾ എന്ന് ഭഗവാൻ വരും എന്ന് മാത്രം ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ശബരി ജലം ശേഖരിക്കാനായിട്ട് അടുത്തുള്ളൊരു തടാകത്തിൽ പോവാണ്. അപ്പോൾ ആ തടാകത്തിൽ പോയ സമയത്ത് ശബരി താണ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അവിടെ ധ്യാനത്തിലിരുന്ന ഋഷിമാര് അത് മനസ്സിലാക്കുകയും ആ ജലം ശബരി അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് ശബരിയെ വഴക്ക് പറയുകയും ചെയ്യും. അപ്പോൾ അവര് പെട്ടെന്നുണ്ടായ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരു കല്ലെടുത്ത് ശബരിയെ ഇങ്ങനെ എറിയും. അപ്പോൾ അത് ശബരിയുടെ കാലിൽ കൊള്ളുകയും അവിടെ നിന്ന് രക്തം വരികയും ചെയ്യും, മുറിവുണ്ടായിട്ട്. അങ്ങനെ ശബരി ഇതൊന്നും കണക്കാക്കാതെ ഭഗവാന്റെ സേവനമാണല്ലോ പ്രധാനമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ശബരി നടന്നു പോകുമ്പോൾ ശബരിയുടെ കാലിൽ നിന്ന് ഒരു തുള്ളി രക്തം ആ തടാകത്തിൽ വീഴും. ഉടനെ തന്നെ ആ തടാകത്തിലെ വെള്ളം മുഴുവനും രക്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഋഷിമാർക്ക് വളരെയധികം ദേഷ്യം കൂടും. കാരണം അവരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ആ തടാകമാണ്. പൂജയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം അവരെ ആശ്രയിച്ചിരുന്നത് ആ തടാകത്തിലെ ജലത്തിനെയാണ്. അപ്പോൾ താണജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ അശുദ്ധമാക്കിയത് മാത്രമല്ല, അത് ഉപയോഗിക്കാൻ കൊള്ളാതെ കൂടി ആക്കി മാറ്റി ആ ജലത്തെ. അപ്പോൾ അവർക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും അവര് ഒരുപാട് ചീത്ത വാക്കുകളൊക്കെ ശബരിയെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ശബരി ഇതൊന്നും കണക്കാക്കാതെ ശബരിയുടെ കുടിലിലേക്ക് പോയി. അപ്പോൾ ഈ സന്യാസിമാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് അവര് ഒരുപാട് മന്ത്രം തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു ഈ ജലം ശുദ്ധീകരിച്ച് പഴയപടിയാക്കാൻ. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം അവര് ഗംഗയിൽ നിന്നും യമുനയിൽ നിന്നും പുണ്യജലം കൊണ്ടുവന്നിട്ട് ഈ തടാകത്തിലെ വെള്ളത്തിൽ ചേർത്തു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഈ വനത്തില് അടുത്തായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സമീപിച്ചാൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും എന്ന് വിചാരിച്ച് അവര് രാമചന്ദ്ര ഭഗവാനോട് ചെന്ന് ഈ സങ്കടം ഉണർത്തിക്കുകയാണ്. അങ്ങനെ രാമചന്ദ്ര ഭഗവാൻ അവിടെ എത്തി. അപ്പോൾ രാമചന്ദ്ര ഭഗവാൻ തൻ്റെ കൈകളിൽ ജലം കോരിയെടുത്തിട്ട് തടാകത്തിലേക്ക് തിരിച്ചൊഴിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഭഗവാൻ തടാകത്തിൽ ഇറങ്ങി മുങ്ങി നിവർന്നു. ഒന്നും സംഭവിച്ചില്ല അല്ലേ. ഭഗവാൻ തൊട്ടാൽ എന്തും ശുദ്ധമാകും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടും തടാകത്തിലെ ജലത്തിനെ പഴയപടി ആക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഭഗവാൻ തൻ്റെ വായിൽ കുറച്ച് വെള്ളം കോരിക്കൊണ്ടിട്ട് അത് തിരിച്ച്, അതായത് ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ് അല്ലേ, ഭഗവാന്റെ പ്രസാദമാണ്, അതും ആ തടാകത്തിൽ നിക്ഷേപിച്ചു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഭഗവാന് മനസ്സിലായി ഇവിടെ എന്തോ നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഭഗവാൻ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് പറയൂ എന്ന് പറയും. അങ്ങനെ അവർ നടന്ന കാര്യങ്ങളെല്ലാം ഭഗവാനോട് വിശദീകരിക്കുകയാണ്.
അപ്പോൾ ഋഷിമാരുടെ വിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ശബരിയെ എറിഞ്ഞ കല്ല് കൊണ്ടത് എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊടിഞ്ഞ രക്തമാണ് ഈ തടാകത്തിൽ വീണത്. പക്ഷേ ഇത് പഴയപടിയാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ശബരിയെ വിളിച്ചിട്ട് വരൂ എന്ന് പറയും. അപ്പോൾ ശബരി എവിടെയാണ്? ശബരി എൻ്റെ ശുദ്ധ ഭക്തയാണ്. ശബരിക്ക് മാത്രമേ ഇത് പഴയപടിയാക്കാൻ സാധിക്കൂ. ശബരി എവിടെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഋഷിമാര് പറയും, ഇവിടെ അടുത്ത ഒരു ആശ്രമത്തിലുണ്ട്. മാധക മഹർഷിയുടെ ആശ്രമത്തിലാണ് ശബരി താമസിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ശബരിയെ വിളിച്ചിട്ട് വരാനായിട്ട് ഭഗവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശബരിയെ വിളിക്കാനായിട്ട് ആള് പോവാണ്. അപ്പോൾ ഭഗവാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അല്ലേ, ശബരി കാലങ്ങളായിട്ട് ഭഗവാന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ശബരി വേറൊന്നും ചിന്തിച്ചില്ല. താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് ശബരി ഓടി വരികയാണ് ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോൾ ശബരി ഇങ്ങനെ അത്യധികം ഉത്സാഹത്തോടെ ഇങ്ങനെ ഓടി വരുമ്പോൾ ശബരിയുടെ പാദത്തിൽ നിന്ന് കുറച്ച് മണ്ണ് ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് തടാകത്തിൽ വീഴാണ്. അപ്പോൾ പെട്ടെന്ന് അത്ഭുതം എന്നോണം ആ തടാകത്തിലെ ജലമെല്ലാം പഴയപടി ആയി മാറും. അപ്പോൾ ഭഗവാൻ പറയും, ഇതാണ് ശുദ്ധഭക്തന്മാരുടെ പ്രത്യേകത അല്ലേ. ഭഗവാൻ പറയാണ് ഋഷിമാരോട്, ശുദ്ധഭക്തന്മാരുടെ പാദധൂളികൾ പോലും പരിശുദ്ധമാണ്. അവരുടെ വംശം, കുലം, ജാതി, ഗണം ഇതൊന്നും ശുദ്ധഭക്തിക്ക് തടസ്സമല്ല എന്ന് ഋഷിമാരോട് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഋഷിമാർക്ക് ശബരിയുടെ ശുദ്ധത ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഭഗവാനോട് ശബരി അപേക്ഷിക്കുകയാണ്, എൻ്റെ കുടിലിൽ ഒന്ന് വന്നിട്ട് പോകൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. എൻ്റെ ഗുരുനാഥൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങേക്ക് വേണ്ടിയിട്ട് എന്ന് പറയും. അങ്ങനെ നിത്യവും ഭഗവാന്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്ന ആ കുടിലിലേക്ക് ശബരി ഭഗവാനെ കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ ഭഗവാൻ കുടിലിലെത്തി അവിടുത്തെ അലങ്കാരങ്ങളെല്ലാം കാണുമ്പോൾ ഭഗവാന് വളരെയധികം സന്തോഷമാകും അല്ലേ. കാരണം ഭഗവാൻ എന്നു വരുമെന്ന് ഉറപ്പില്ലാതെ ശബരി ഭഗവാന് വേണ്ടിയിട്ട് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. വെറുതെ ഭഗവാൻ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയല്ല ചെയ്തത്. നിത്യവും വനത്തിൽ പോയിട്ട് തന്നെ കൊണ്ടാവുന്ന പഴങ്ങളും പൂക്കളും എല്ലാം ശേഖരിച്ച് അത് വളരെ മനോഹരമായി അലങ്കരിച്ച് വെച്ച് ഭഗവാന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ വനത്തിൽ ലഭിക്കുന്ന പഴങ്ങൾ ഭഗവാന് നൽകുകയാണ് ശബരി. അപ്പോൾ ശബരി നൽകുമ്പോൾ എന്താണ് ഭഗവാൻ കാണുന്നത്? എന്താണ്? ശബരി ചെയ്യുന്ന സേവനത്തിൻ്റെ സ്ഥിരതയാണ് ഭഗവാൻ നോക്കുന്നത് അല്ലേ. അനേക വർഷങ്ങളായിട്ട് ഈ ഒരേ കാര്യമാണ് ശബരി നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വനത്തിൽ പോയിട്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ പൂക്കളും കായ്കളും ശേഖരിക്കുക, അത് മനോഹരമായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുക, ഇത് നിത്യവും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആചാര്യന്മാർ പറയുന്നു, നാം ചെറിയൊരു സേവനമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അല്ലേ, അത് സ്ഥിരതയോടുകൂടി ചെയ്യാം. 2 മാലയാണ് ജപിക്കുന്നതെങ്കിലും അത് നിത്യവും ജപിക്കുക, ആ സ്ഥിരത കൈവിടാതിരിക്കുക. ഭഗവാന് തുളസിയിലയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് നിത്യവും തുടരുക, ആ സ്ഥിരതയാണ് ഭഗവാൻ കാണുന്നത്. അതിലൂടെ നമ്മുടെ അഹൈതുകമായിട്ടുള്ള ഭക്തിയാണ് ഭഗവാൻ കാണുന്നത്. ഇപ്പോൾ കൺസിസ്റ്റൻസി നിലനിർത്തുക അല്ലെ, സ്ഥിരത നിലനിർത്തുക, അതാണ് ഭഗവാൻ എപ്പോഴും നോക്കുന്നത്. ഇവിടെ ശബരിയുടെ കാര്യത്തിലും അത് തന്നെയാണ്. ശബരിയുടെ സ്ഥിരതയിലാണ് ഭഗവാന് പ്രീതി തോന്നിയത്. അപ്പോൾ ഭഗവാനെ ശബരി സ്വീകരിച്ചിരുത്താണ്. എന്നിട്ട് ഒരു താലത്തില് ഇലകളൊക്കെ വെച്ച് മനോഹരമായി അലങ്കരിച്ച ഒരു താലത്തിൽ കുറെ പഴങ്ങൾ ഭഗവാന് നൽകുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ അതെല്ലാം ഇങ്ങനെ മേടിച്ചിട്ട് ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം പാതി കടിച്ച പഴങ്ങളാണ് അല്ലേ ശബരി കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ അതെടുത്ത് കഴിക്കാൻ പോകുന്ന സമയത്ത് ലക്ഷ്മണൻ തടയും. ഇത് എച്ചിലാണ്, ഇത് ആരോ പാതി കടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ തടുക്കുകയാണ് ഭഗവാനെ. പക്ഷെ ഭഗവാൻ അതൊന്നും കണക്കാക്കാതെ ആ പഴങ്ങൾ എടുത്തിട്ട് ഭക്ഷിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ഇത്രയും രുചിയുള്ള പഴങ്ങളൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇത് വളരെയധികം മധുരമുള്ള പഴങ്ങളാണ്, എന്തുകൊണ്ടാണ് ഇത്രയും മാധുര്യമുള്ളത് എന്ന് ലക്ഷ്മണനോട് ചോദിക്കുകയാണ്. ഇത് ഓരോന്നും
ശബരി പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് അല്ലേ. അതും കടിച്ചു നോക്കിയിട്ട്, താൻ കഴിച്ചു നോക്കിയിട്ട് അതിന് മാധുര്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശബരി അത് ഭഗവാന് വേണ്ടി നീക്കി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും മാധുര്യം എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ലക്ഷ്മണൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ അല്ലെ. ഭഗവാൻ പറയാണ്, പത്രം പുഷ്പം ഫലം തോയം, കുറച്ച് ജലം അല്ലെ, പത്രം ഇല, പുഷ്പം പൂക്കള്, തോയം ജലം, പഴം ഫലം എന്ന് വെച്ചാൽ പഴം. അപ്പോൾ ഇത്രയും മതി, വേറെ ഒന്നും ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. അത് സ്നേഹത്തോടെ ഭക്തിയോടെ നൽകിയാൽ ഭഗവാൻ അത് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, പഴം ഭക്തിയോടുകൂടി ഒരു ചെറിയ പഴമായാലും ഇലയായാലും ജലമായാലും പൂവായാലും ഞാനത് സ്വീകരിക്കും. അപ്പോൾ ആ ഭക്തിയാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് ഭഗവാൻ ലക്ഷ്മണനോട് പറയാണ്. അപ്പോൾ ശബരിയുടെ സ്വീകരണം എല്ലാം കഴിഞ്ഞ ശേഷം അല്ലെ, ആദരിക്കലെല്ലാം കഴിഞ്ഞ ശേഷം ഭഗവാൻ ശബരിയോട് ചോദിക്കും, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ശബരി പറയും, എനിക്ക് ഒന്നും തന്നെ വേണ്ട ഭഗവാനെ, ഹൃദയത്തിൽ അവിടുത്തെ ഭക്തി മാത്രം മതി എന്ന് പറയും. ധ്രുവ മഹാരാജാവ് അതല്ലേ ഭഗവാനോട് പറഞ്ഞത് അല്ലേ. ധ്രുവ മഹാരാജാവ് ഒരു സാമ്രാജ്യം തന്നെ ആഗ്രഹിച്ച്, തൻ്റെ മുത്തച്ഛനേക്കാളും വലിയൊരു സാമ്രാജ്യം തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഭഗവാനെ തപസ് ചെയ്യാൻ പ്രീതിപ്പെടുത്താനായിട്ട് വന്നത് അല്ലേ. അപ്പൊ ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ശംഖു കൊണ്ട് ഭഗവാനെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ധ്രുവൻ. 7 വയസ്സുള്ളൊരു ബാലനാണ് അല്ലേ. എന്ത് അറിവുണ്ട് ആ 7 വയസ്സുള്ള ബാലന്. അപ്പൊ തൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ആ ധ്രുവന്റെ നെറുകയില് ഭഗവാൻ തൻ്റെ ശംഖു കൊണ്ടൊന്ന് സ്പർശിക്കുന്ന സമയത്താണ് ധ്രുവൻ ഭഗവാനെ പ്രകീർത്തിക്കുന്നത്. അതിന്റെ അവസാനം ഭഗവാൻ ചോദിക്കും, എന്ത് വരമാണ് ധ്രുവ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ധ്രുവൻ എന്താ പറയുന്നത്? സ്വാമിൻ കൃതാർത്ഥോ അസ്മി വരം ന യാചേത് എന്നാ പറയുന്നത് അല്ലേ. സ്വാമി, എനിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല, എനിക്ക് അങ്ങ് നൽകിയതും ഇനി നൽകാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും സംതൃപ്തനാണ്. എനിക്ക് അങ്ങയോട് ഒന്നും തന്നെ ചോദിക്കാനില്ല, അങ്ങയുടെ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തിയാൽ മാത്രം മതി എന്നാണ് ധ്രുവൻ ഭഗവാനോട് പറഞ്ഞത് അല്ലേ. ശുദ്ധഭക്തന്മാരുടെ നില ഇതാണ്. അവരൊന്നും തന്നെ ഭഗവാനിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാൻ നിറഞ്ഞു നിൽക്കണമെന്നും ഭഗവാന്റെ ഭക്തി എന്നും ചെയ്യാൻ സാധിക്കണമെന്നും മാത്രമാണ് ശുദ്ധഭക്തന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എപ്പോഴും നമ്മുടെ സേവനമാണ് കാണുന്നത്. ഇപ്പോൾ രാധാറാണി ആയാലും പശുക്കുട്ടി ആയാലും ഭഗവാൻ ഒരേപോലെയാണ് ആ സേവനത്തെ കാണുന്നത് അല്ലേ. കാരണം ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കൂ. ഭഗവാനെ സേവനം കൊണ്ട് മാത്രമേ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കൂ, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ആ ഭക്തിയിലും ആ സേവനത്തിലുമാണ് എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലങ്കയിലേക്ക് പാലം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടുപോയിട്ട ആ അണ്ണാനോട് പോലും ഭഗവാൻ കൃതജ്ഞത കാണിച്ചു അല്ലേ. നമുക്കറിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഭഗവാൻ സേവനത്തിൽ മാത്രമാണ് ആകർഷനാകുന്നത്. ഭഗവാനെ നമുക്ക് സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വ്രജഗോപിമാരോട് ഭഗവാൻ ഇത്രയും കാരുണ്യം കാണിക്കുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സേവനത്തിന് ഞാൻ എങ്ങനെയാണ് പ്രതിഫലം നൽകുക എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കാൻ നമ്മുടെ ഈ മലിനമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഭഗവാന് സേവനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം നമുക്ക് അത് വെളിവാക്കി തരും അല്ലെ. ഭഗവാനെ കുറിച്ചിട്ട് ജ്ഞാനം നമുക്ക് വെളിവാക്കി തരും. അത ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയൈ സേവോന്മുഖേഹി ജിഹ്വാദൗ സ്വയമേവ സ്ഫുരതി അത. അത ശ്രീകൃഷ്ണ നാമാദി അല്ലെ. ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീല എല്ലാം നമുക്ക് ഭഗവാൻ വെളിവാക്കി തരും. എങ്ങനെ? നാം സേവനങ്ങൾ ചെയ്ത് ആ സേവനത്തിൽ നാം ഉയരുമ്പോൾ ഭഗവാൻ നമുക്ക് എല്ലാം മനസ്സിലാക്കി തരും. സ്വയമേവ സ്ഫുരതിയത, അത് സ്വയം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടും എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ആദ്യം നാവിനെയാണ് നാം ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലേ. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നിരിക്കുന്നത്. ഇപ്പൊ കലിയുഗത്തിന്റെ
യുഗധർമ്മം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. ആ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമുക്ക് നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും. കൃഷ്ണപ്രസാദം കഴിക്കുന്നതിലൂടെ നമ്മുടെ നാവിനെയും വയറിനെയും നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും. അപ്പോൾ ആത്മസാക്ഷാത്കാരം ആദ്യം സംഭവിക്കുന്നത് നാവിൽ നിന്നാവണം എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. നമ്മുടെ മലിനമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് ശുദ്ധീകരിക്കപ്പെടുന്നത്. ഋഷികേശ സേവനം ഭക്തി രുച്യതേ, അല്ലെ? ഭക്തി പുരോഗമിക്കുന്നത് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഭഗവാനെ അറിയുവാൻ ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഭൗതിക ബന്ധത്തിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ബദ്ധാത്മാക്കൾക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതേക്കുറിച്ചിട്ടാണ് ഈ ഒരു ശ്ലോകം പറയുന്നത്. ഭൗതിക ബന്ധത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന സാമാന്യ ബദ്ധാത്മാക്കൾ ഭഗവാനെ അവരിലൊരാളായി കരുതി ഊഹാപോഹങ്ങൾ നടത്തുന്നു. അദ്ദേഹം നിസ്സംഗതനെങ്കിലും ഭൗതിക വസ്തുക്കളിൽ ആകൃഷ്ടനാണെന്ന് അജ്ഞത നിമിത്തം അവർ ചിന്തിക്കുന്നു. അപ്പോൾ അജ്ഞത എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു നമുക്കുള്ള ഒരു എന്താ പറയുക, ഒരു മതിലാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുവാൻ. അപ്പോൾ ഭഗവാൻ നമ്മളിൽ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളെ പോലെയാണ് എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ആരും ഇതേക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് സത്യം. കാരണം യഥാർത്ഥമായിട്ട് ഈ ഒരു ചിന്ത കൊണ്ടാണ് നാം ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഭഗവാനെ വേണ്ട രീതിയിൽ നാം മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നാം ഇങ്ങനെ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ആരും മനസ്സിലാക്കുകയോ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ പറയുന്നത് അബുദ്ധ എന്ന് പറയുന്ന പദം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അബുദ്ധ എന്ന പദത്തിലാണ് അജ്ഞതയാണ് അബുദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത്. അജ്ഞത നിമിത്തം വിവേചന ശക്തി ഇല്ലാതെയാവുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ അജ്ഞത പ്രധാനപ്പെട്ട ഹേതു ആയതുകൊണ്ട് അവരെന്താ ചിന്തിക്കുന്നത്? തങ്ങളിൽ ഒരാളാണ് ഭഗവാൻ എന്ന് വിചാരിക്കുകയാണ്, അല്ലെ? അല്ലെങ്കിൽ തങ്ങളെ പോലെയാണ് ഭഗവാൻ എന്ന് വിചാരിക്കുകയാണ്. ഇത്തരക്കാരെ കുറിച്ചിട്ട് ഭഗവാൻ എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? അവജാനന്തി മാ മൂഢ മാനുഷീം തനുമാശ്രിത, അല്ലെ? പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വര. ഭഗവാൻ പറയാണ് അവജാനന്തി മാ മൂഢ, അത്തരക്കാര് മൂഢന്മാരാണ്, അല്ലെ? ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് കരുതുന്നവര് മൂഢന്മാരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അവരുടെ മണ്ടൻ സങ്കല്പങ്ങളെ വെച്ചുകൊണ്ട് അവര് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുകയും പരമപുരുഷ ഭഗവാനെ കുറിച്ചിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ശ്ലോകത്തിൽ പ്രധാനമായിട്ടും ശ്രീല പ്രഭുപാദ വിശദീകരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ സർവോത്തമനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്, കാരണമാണ്. അപ്പോൾ ആ ഭഗവാന്റെ സുപ്രീമസി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും മുൻപിൽ പ്രത്യക്ഷനാകുമ്പോൾ, അല്ലേ, അത് ഒരു സാധാരണ കാര്യം പോലെയാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഭഗവാന്റെ ഓരോ അവതാരങ്ങളിലും ഭഗവാൻ പ്രത്യേകം ദിവ്യശക്തികൾ പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം, അല്ലെ? ഭഗവാന്റെ ഓരോ ലീലകളിലും ഭഗവാൻ തൻ്റെ ദിവ്യശക്തികൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ വൃന്ദാവനത്തിലെ ലീലകളിലെല്ലാം ഭഗവാൻ അതിമാനുഷികമായിട്ടുള്ള ശക്തികളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ വൃന്ദാവനവാസികൾക്ക് ഒരിക്കലും ഭഗവാനെ അത്തരത്തിൽ കാണാൻ സാധിക്കുന്നില്ല, അല്ലെ? ഭഗവാനെ അവരുടെ വീട്ടിലെ ഒരു സാധാരണ കുട്ടി അല്ലെങ്കിൽ അയൽപക്കത്തെ കുട്ടി എന്ന് കരുതിയിട്ടാണ് അവര് ഭഗവാനെ കുറിച്ചിട്ട് യശോദമയ്യയോട് പരാതി പറയുകയും എല്ലാം ചെയ്യുന്നത്. ഈ യശോദമയ്യാണെങ്കിൽ പോലും ഭഗവാൻ ചെയ്യുന്ന ഓരോ ഇപ്പൊ പൂതന വധമാണെങ്കിലും തൃണാവർത്ത വധമാണെങ്കിലും ശകടാസുരന്റെ വധമാണെങ്കിലും എല്ലാം കഴിയുന്ന സമയത്ത് ഭഗവാനാണ് ഇത് ചെയ്തത് എന്ന് ഒരിക്കലും, അല്ലെ, തൻ്റെ കുട്ടിയാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും യശോദമയ്യ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആ ഓരോ ലീലകൾ കഴിഞ്ഞ് ഭഗവാനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ദൃഷ്ടി ഒഴിഞ്ഞ് യശോദമയ്യ ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കുട്ടിക്ക് ഒരു ആപത്തും വരുത്തരുതേ എന്ന്, അല്ലേ? ആരോടാ പ്രാർത്ഥിക്കുക? വിഷ്ണുവിനോട്. അപ്പോൾ അവരങ്ങനെയാണ്, അല്ലേ? നന്ദമഹാരാജ നിത്യവും നരസിംഹ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുട്ടിയെ കാത്തുകൊള്ളണമേ, എൻ്റെ കുട്ടിക്കൊന്നും വരുത്തരുതേ എന്നാണ്.
അപ്പോൾ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അല്ലേ. യശോദമ്മയും നന്ദഗോപ മഹാരാജാവും അതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഭഗവാനെ ഒരിക്കലും അവര് ആ രൂപത്തിൽ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ട് കൂടിയില്ല. ഭഗവാന് ഏറ്റവും ഇഷ്ടവും അത് തന്നെയാണ്. ഭഗവാൻ ഒരിക്കലും ഭഗവാനാണ് എന്ന് കരുതി അവര് ആരാധിക്കണം, നമസ്കരിക്കണം എന്നൊന്നും ഭഗവാനും ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതേപോലെ നന്ദമഹാരാജാവും യശോദമാതാവും പെരുമാറണമെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്രജലീലകളെല്ലാം ഇത്രയ്ക്കും മാധുര്യമാകുന്നത്. ഇപ്പൊ വാമനദേവനായിട്ട് വന്ന സമയത്തും ഇല്ലേ, ചെറിയൊരു ബാലനായിട്ട് വന്ന് പിന്നീട് 3 ലോകങ്ങളും കീഴടക്കുന്ന ബൃഹത്തായിട്ടുള്ള രൂപത്തിലേക്ക് ഭഗവാൻ വളർന്നു. അതുപോലെ നരസിംഹ ഭഗവാൻ വന്ന് ഹിരണ്യകശിപുവിന്റെ വധം നടത്തി. ഇതെല്ലാം നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ ദിവ്യശക്തി ഭഗവാൻ എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓരോ അവതാരങ്ങളിലും നമുക്കത് പ്രത്യേകം മനസ്സിലാക്കാനും സാധിക്കും. പക്ഷേ മൂഢന്മാരായിട്ടുള്ള ആളുകൾ എന്താ വിചാരിക്കുന്നത് അല്ലെ, ഇതെന്തോ മാജിക്കാണ്, അല്ലെങ്കിൽ എന്തോ മാന്ത്രിക വിദ്യ കൊണ്ടാണ് ഇതെല്ലാം സാധിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവര് നോക്കുമ്പോ എന്താണ്, ഈ ലോകങ്ങൾ അല്ലെ, 14 ലോകവും സൃഷ്ടിച്ച കാരണമായിട്ടുള്ള സർവശക്തനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണോ യശോദമയ്യയുടെ ഒരു ചാൺവടിയുടെ മുന്നിൽ പേടിച്ചരണ്ട് ഓടി ഒളിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ സർവശക്തനായിട്ടുള്ള ഭഗവാനാണോ ഗോപന്മാര് വായിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നത്, കാലിയെ മേയ്ക്കാൻ നടക്കുന്നത്? ഇതൊക്കെയാണ് ഇവര് ചിന്തിക്കുന്നത് അല്ലെ. പക്ഷെ അതെല്ലാം ഭഗവാന്റെ അചിന്ത്യ രൂപങ്ങളാണ് അല്ലെ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അതിനെയെല്ലാം മനോഹരങ്ങളായിട്ടുള്ള ലീലകളായിട്ട് വിശേഷിപ്പിക്കുന്നത്. വ്രജലീലകളെല്ലാം വളരെ പരിശുദ്ധമായിട്ടുള്ള ലീലകളായിട്ട് ചൈതന്യ മഹാപ്രഭു വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അചിന്ത്യഭേദ അഭേദ തത്വം എന്നാണ് ഇതിന് പറയുന്നത് അല്ലെ. അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്തിന് സാധാരണക്കാരെ പറയുന്നു, ബ്രഹ്മദേവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഇന്ദ്രന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവരുടെ ആരാധ്യ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ കാലികളെ മേച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ ഗോപന്മാരുടെ വായിൽ നിന്നുള്ള ഉച്ഛിഷ്ടം സ്വീകരിക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഗോവർദ്ധന പൂജ തടയുമ്പോൾ ഏതോ ഒരു ചെക്കൻ വന്നിട്ട് അല്ലേ നന്ദമഹാരാജാവിനോട് എൻ്റെ പൂജ നിർത്താൻ ആവശ്യപ്പെടുന്നു. ഇവൻ ആര് എന്നുള്ളൊരു ഭാവമാണ് ഇന്ദ്രനെ കീഴടക്കിയത്. അവസാനം തിരിച്ചറിയും അല്ലെ. ഭഗവാൻ 7 ദിവസങ്ങള് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച് തൻ്റെ ജനങ്ങളെ സംരക്ഷിച്ചത് കാണുമ്പോൾ ഇന്ദ്രൻ അവസാനം തോറ്റു പിന്മാറുകയാണ്. പക്ഷേ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ ഭയമാണ് അല്ലേ. എന്നിട്ട് എന്താണ് ചെയ്തത്, ശുദ്ധ ഭക്തിയായിട്ടുള്ള സുരഭി മാതാവിനെ കൂട്ടിക്കൊണ്ടാണ് ഇന്ദ്രൻ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവര് പോലും വിഭ്രമിച്ചു പോകുന്നത്ര കാര്യങ്ങളാണ് ഭഗവാൻ നടത്തുന്നത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങള് അവരെ മൂഢന്മാരെന്നാണ് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, ഈ കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഭഗവാൻ സർവശക്തനാണ്, അല്ലെങ്കിൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാലും മതി. ഭഗവാന്റെ സുപ്രീമസി അംഗീകരിച്ചാൽ മതി. അവർക്ക് ഭക്തിയിലേക്കുള്ള പുരോഗമനം താനേ വരും. പക്ഷെ അവര് അതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ നമുക്കറിയാം, മഹാഭാരത യുദ്ധം അവസാനിപ്പിക്കാൻ തുടങ്ങാതിരിക്കാൻ അല്ലെ ദൂതു വന്നു ഭഗവാൻ കൗരവ സഭയിൽ. അപ്പോൾ ദുര്യോധനനും മറ്റുള്ളവരുമെല്ലാം ഭഗവാനെ അപഹസിച്ചു. അപ്പോൾ ഭഗവാനെ ഇരിക്കാനുള്ള ഇരിപ്പിടത്തിന് കീഴിൽ മല്ലന്മാരെ ഏർപ്പാട് ചെയ്തു ദുര്യോധനൻ അല്ലേ. അപ്പോൾ ഭഗവാൻ പല ഉപായങ്ങൾ മുന്നോട്ട് വെച്ചു യുദ്ധം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. പക്ഷെ ദുര്യോധനൻ ഒന്നും തന്നെ സമ്മതിച്ചില്ല. അവസാനം ഭഗവാൻ പറഞ്ഞു, 5 ഗ്രാമമെങ്കിലും കൊടുക്കൂ. പറ്റില്ല അല്ലെ, 5 വീടെങ്കിലും കൊടുക്കൂ എന്ന് പറഞ്ഞു. അതും ദുര്യോധനൻ നിഷ്കരണം തള്ളിക്കളയുമ്പോഴാണ് ഇനി യുദ്ധം മാത്രമേ ഉള്ളൂ മുൻപിൽ എന്ന് ഭഗവാൻ തീർച്ചയാക്കുന്നത് അല്ലെ. ആ സമയത്ത് മല്ലന്മാരെ ഇരുത്തിയിരിക്കുകയാണ് ഭഗവാനെ ഉപദ്രവിക്കാൻ വേണ്ടി. അപ്പോൾ അത് കാണുമ്പോഴാണ് ഭഗവാൻ തൻ്റെ വിശ്വരൂപം അവിടെ പ്രദർശിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ കൗരവ സഭയില് വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഭഗവാന്റെ ആ ദിവ്യരൂപം കാണുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, 4 തരത്തിലുള്ള നരാധമന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. 4 തരത്തിലുള്ള ആളുകള് ഒരിക്കലും ഭഗവാനിലേക്ക് വരില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്.
അപ്പോൾ അത്തരത്തിൽ പെട്ട ആളുകളാണ് ആ കൗരവ സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും അവർക്ക് ഭഗവാന്റെ സുപ്രീമസി അംഗീകരിക്കാനോ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് കാണുവാനോ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ പക്ഷേ ഇതൊന്നും ഭഗവാന്റെ ലീലകൾക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരത്തിനോ ഒരു തടസ്സമല്ല. അപ്പോൾ ഭഗവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് പോലെ എന്തും പ്രവർത്തിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഉള്ള വ്യക്തിയാണ് ഭഗവാൻ, അല്ലേ? കാരണം അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും പരമാനന്ദ, ജ്ഞാനം, നിത്യത എന്നിവയിൽ സമ്പൂർണമാണ്. ശ്രീമദ് ഭാഗവത്തിന്റെ പ്രഥമ സ്കന്ധത്തിലെ പ്രഥമ ശ്ലോകം അതാണ് നമ്മളോട് പറയുന്നത്. ജന്മാദ്യസ്യ യതോ അന്വയത് ഇതരതശ്ചാർത്തേഷു അഭിജ്ഞാ സ്വരാട്, അല്ലെ? ഭഗവാൻ അഭിജ്ഞനാണ്, സ്വരാടാണ്, പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ അറിവുള്ള വ്യക്തിയാണ്, പൂർണ്ണ സ്വതന്ത്രനാണ് ഭഗവാൻ എന്നാണ് ശ്രീമദ് ഭാഗവത്തിലെ വ്യാസദേവൻ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ച് ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്, അല്ലേ? അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത്. മച്ചിത്ത മത്കത പ്രാണ, അല്ലെ? ഭഗവാൻ പറയുന്നു എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. ബോധയന്ത പരസ്പരം, അല്ലെ? പരസ്പരം ബോധദീപ്തരാവുക ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്നാണ് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു മാലയില് മുത്തുകൾ എപ്രകാരമാണ് കോർത്തിണക്കിയിരിക്കുന്നത് അതേപോലെയാണ് ഭഗവാൻ ഈ ലോകത്തിലുള്ള എല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചരട് പൊട്ടിയാൽ എല്ലാം കഴിഞ്ഞു, അല്ലെ? മാലയിലെ മുത്തുകളെല്ലാം പല വഴിക്ക് പോകും. അപ്പൊ അതുപോലെ ഒരിക്കലും പൊട്ടാത്ത കണ്ണികളെ പോലെ ഭഗവാൻ നമ്മളെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഭഗവാന്റെ സുപ്രീമസി കൊണ്ട്, ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്, അല്ലെ? ഈ ലോകം മനോഹരമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാകും. അപ്പൊ അതേക്കുറിച്ച് ആരും ബോധവാനല്ല. നാം ശ്വസിക്കുന്ന വായു, നാം ഉപയോഗിക്കുന്ന ജലം, നാം ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം തന്നെ ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഓരോ നിമിഷവും നാം ഭഗവാനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഉദ്ധവര് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവത്തിലെ 11-ാമത്തെ സ്കന്ധത്തില്, അല്ലെ? ബ്രഹ്മാവിന്റെ അത്രയും ആയുസ് ഒരാൾക്ക് കിട്ടിയാലും അങ്ങയോടുള്ള കടപ്പാട് ഒരിക്കലും തീർക്കാൻ സാധിക്കില്ല ഭഗവാനെ എന്നാണ് ഉദ്ധവര് പറയുന്നത്. കാരണം നമ്മളെ ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, നമുക്ക് ഭക്തി തരാൻ വേണ്ടി നാം ഈ മനുഷ്യജന്മത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകണം, ഭഗവാനെ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലെ പരമാത്മ രൂപത്തിലും പുറത്ത് ആധ്യാത്മിക ഗുരുവായിട്ടും നമുക്ക് ഭഗവാൻ കൃപ തരുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാതെ നാം ഇങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കാണ്, അല്ലെ? അതേക്കുറിച്ചിട്ടാണ് ഉദ്ധവര് പറയുന്നത്, ബ്രഹ്മാവിന്റെ അത്ര ആയുസ് ഒരാൾക്ക് നൽകിയാലും അങ്ങയോടുള്ള കടപ്പാട് ഒരിക്കലും തീർക്കാൻ സാധിക്കില്ല ഭഗവാനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നാം ഓരോരുത്തരും ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളാണ്, അല്ലെ? ഭഗവാന്റെ സുപ്രീമസിയെ കുറിച്ചിട്ട് നമുക്ക് യാതൊരു അറിയണമെന്ന് പോലും നമുക്ക് ആഗ്രഹമില്ല. നാം ഇങ്ങനെ നമ്മുടെ സമയം ഇങ്ങനെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള രൂപത്തെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമില്ലാത്ത മൂഢന്മാരായിട്ടുള്ള ആളുകളാണ് ഭഗവാനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഭഗവാന്റെ വ്യത്യസ്ത ശക്തികള് വ്യത്യസ്ത തലത്തില് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? ഭഗവാൻ സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും എല്ലാം നമുക്ക് വെളിച്ചവും ചൂടും പ്രകാശവും എല്ലാം തരുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ നാം തിരിച്ചറിയുന്നില്ല. ഭഗവാനോട് ആ നന്ദി നമ്മൾ ഒരിക്കലും പ്രകാശിപ്പിക്കുന്നില്ല. ഇപ്പൊ വിവിധ ജീവാത്മാക്കളോടുള്ള അദ്ദേഹത്തിന്റെ അഹൈതുകമായിട്ടുള്ള കാരുണ്യ നിമിത്തമാണ് ഭഗവാൻ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത്, അല്ലെ? ഭഗവാൻ ഭഗവത്ഗീതയില് ഒഫീഷ്യൽ ആയിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലെ? ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കാനാണ് ഞാൻ വരുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, അല്ലെ? പരിത്രാണായ സാധൂനാം, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനുമാണ് ഞാൻ വരുന്നത്. ഇത് രണ്ടും ഒഫീഷ്യൽ കാരണങ്ങളാണ് ഭഗവാൻ അവതരിക്കുന്നതിന്, അല്ലെ? ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ ഭഗവാൻ തന്നെ വരണമോ? വേണ്ട. ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി, അതെല്ലാം അവസാനിക്കും. പക്ഷെ എന്നിട്ടും എന്തിനാണ് ഭഗവാൻ വരുന്നത്? നമ്മളെ പോലെയുള്ള ബദ്ധാത്മാക്കളായിട്ടുള്ള ജീവാത്മാക്കളെ ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ലീലകൾ പ്രദർശിപ്പിച്ച് അതിൽ ആകർഷകരാക്കി അങ്ങനെയെങ്കിലും നമുക്ക് ഭഗവാനോട് ഒരു താല്പര്യം തോന്നട്ടെ എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ തന്റെ അഹൈതുകമായിട്ടുള്ള ഈ കരുണ പ്രദർശിപ്പിച്ച് ഇവിടെ ഈ ഭൗതിക ലോകത്തില് അവതരിക്കുന്നത്. അപ്പൊ അത്
പൂർണ്ണമായിട്ടും ഭഗവാൻ തൻ്റെ സ്വശക്തിയിലാണ് അവതരിക്കുന്നത്. ഒന്നും തന്നെ അതിനൊരു ഘടകമല്ല. കാരണം ഒരു കാരണവും ഭഗവാന്റെ അവതാരത്തിന് നമുക്ക് കാണിക്കാനില്ല. കാരണം ഭഗവാനാണ് കാരണവും കാരണഭൂതനും, അല്ലേ? എല്ലാ സർവകാരണം എന്നാണ് ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും കാരണഭൂതനായിട്ടുള്ള ആ ഭഗവാൻ അവതരിക്കുന്നത് ഒന്നും തന്നെ കാരണമായിട്ടല്ല. ഭഗവാൻ സ്വന്തം ഇഷ്ടത്താൽ സ്വന്തം ഇച്ഛയാലാണ് അവതരിക്കുന്നത്. അതും ഭഗവാൻ ഈ ഒരു ഭൗതിക പ്രകൃതിയുടെ ഒരു വ്യവസ്ഥകൾക്കും വിധേയനല്ല, അല്ലേ? ഭഗവാന്റെ അവതാരങ്ങൾ ഓരോന്നും നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ജനനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ കാലത്തിനും പ്രകൃതിക്കും എല്ലാം വിധേയമായിക്കൊണ്ടാണ് നാം ജനിക്കുന്നത്, അല്ലേ? ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടിട്ടാണ് നാം ജനിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്നു, നാം ജനിക്കുന്ന സമയത്ത് ഈ നവഗ്രഹങ്ങൾ അവർക്ക് തോന്നിയ സ്ഥലത്താണ് പോയി നിൽക്കുന്നത്, അല്ലെ? ബുധൻ ശനിയുടെ കൂടെ പോയി നിൽക്കും, വ്യാഴം ചൊവ്വയുടെ കൂടെ പോയി നിൽക്കും, അങ്ങനെ പലതും ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് ദോഷകരമായിട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ടോ ഭവിക്കും. പക്ഷേ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് നവഗ്രഹങ്ങൾ പേടിച്ച് വിറച്ച് നിൽക്കുകയാണെന്ന് പറയുന്നത്. തങ്ങൾ ഏത് നില സ്വീകരിച്ചാലാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് വിചാരിച്ചിട്ട് അവർ ഭയന്ന് വിറച്ചാണ് നിൽക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം ഭയം പോലും ഭയപ്പെടുന്നത് ഭഗവാനെയാണ്, അല്ലേ? അപ്പോൾ അത്രയ്ക്കും ശക്തിമാനാണ് ഭഗവാൻ, അല്ലെങ്കിൽ അത്രയ്ക്കും സവിശേഷതയുണ്ട് ഭഗവാന്റെ ഓരോ അവതാരത്തിനും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഭഗവാനെ നമ്മൾ എന്താ പറയുന്നത്, മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ സുപ്രീമസി നമുക്ക് ബോധ്യപ്പെടാതെ പോകുന്നത്, നാം ഇങ്ങനെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ അവതരിക്കുന്നത് ഒരു വ്യവസ്ഥകൾക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. ഭഗവാൻ എങ്ങനെയാണോ ഭഗവാന്റെ ആധ്യാത്മിക ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ദേവകി പുത്രനായിട്ട് ഭഗവാൻ, അല്ലേ, അവതരിക്കുന്ന സമയത്ത് ശംഖ് ചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ടുള്ള ചതുർഭുജ രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. ദേവകി മാതാവിന്റെയും വസുദേവരുടെയും മുന്നില്, ജയിലില്, അല്ലേ? അപ്പോൾ കംസനെങ്ങാനും വന്ന് കണ്ടാലോ, അല്ലേ, ഭഗവാന് ഈ രൂപത്തിൽ കണ്ടാലോ എൻ്റെ കുട്ടിക്ക് ആപത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ദേവകി മാതാവ് ഭഗവാനോട് കേണപേക്ഷിക്കുകയാണ്, ഒരു സാധാരണ ശിശുവിൻ്റെ രൂപത്തിലേക്ക് വരൂ എന്ന്. അങ്ങനെയാണ് ഭഗവാൻ സാധാരണ ഒരു ശിശുവിൻ്റെ രൂപത്തിലേക്ക്, തൻ്റെ ശംഖചക്ര ഗദാപത്മങ്ങളൊന്നും ഇല്ലാത്തൊരു രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഭഗവാന്റെ സുപ്രീമസി അതാണ്, അല്ലേ? ഭഗവാന്റെ ഭാവം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം നാം എപ്പോഴും. പക്ഷെ എപ്പോഴും സദാ തെറ്റിദ്ധരിക്കുകയാണ് നാം എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത്, ഈ ഒരു നമ്മുടെ ഈ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഭഗവാനെ വേണ്ട രീതിയിൽ നാം മനസ്സിലാക്കാതെ പോകുന്നതാണ് എന്തായിട്ട് വരുന്നത്, ബദ്ധ ജീവിതത്തിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത്, അല്ലെ? അത് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ എന്താണ് ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ചതരേ ശയനം. നമ്മളിങ്ങനെ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഇങ്ങനെ മാറി 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 സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ നാം എന്ന് മനസ്സിലാക്കുന്നുവോ, ഭഗവാന്റെ അതീന്ദ്രിയ നാമം എന്ന് നാം ജപിക്കുന്നുവോ, അന്ന് നമ്മുടെ ഈ ചുറ്റിക്കറങ്ങൽ അവസാനിക്കും, അല്ലേ? അതാണ് ഭഗവാൻ പറയുന്നത്, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നീ സ്വല്പം ചെയ്താൽ മതി, നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. മഹാഭയങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് മഹാഭയം? മനുഷ്യരൂപത്തിലിരിക്കുന്ന നമ്മള് ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് പട്ടിയോ പൂച്ചയോ പന്നിയോ ഒക്കെ ആയിട്ട് മാറുന്നതാണ് മഹാഭയം എന്ന് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഭയത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മളെ ഭഗവാൻ രക്ഷിക്കും. ഇനിയൊരു ജന്മം നമുക്ക് എടുക്കണമെങ്കിൽ അത് മനുഷ്യ ജന്മമാക്കി ഭഗവാൻ തരും. നാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ ഇപ്പോൾ നമുക്ക് മുൻപിലുള്ള ആ സമയത്തെ ഭഗവാന്റെ സേവനത്തിലേക്ക് ഉൾപ്പെടുത്തിയാൽ, അപ്പോൾ അതാണ് ഭഗവാൻ നമുക്ക് തരുന്ന അഹൈതുകമായിട്ടുള്ള കാരുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബദ്ധരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കുറിച്ചിട്ട് ശ്രീമദ് ഭാഗവതം പറയുന്നത്, അവരുടെ ചിന്താശക്തിക്ക് അനുസരിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്, അല്ലേ? അതിനപ്പുറത്തേക്ക് ഉയരാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കില്ല.
കാരണം അങ്ങനെ ഉയരണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം, ഭഗവാന്റെ കരുണ ആവശ്യമാണ്, ഗുരുവിന്റെ സഹായം ആവശ്യമാണ്. അപ്പൊ തങ്ങളുടെ ചിന്താശക്തിക്ക് അതീതമായിട്ട് അവർക്ക് ഒരിക്കലും പെരുമാറാൻ സാധിക്കില്ല. ആ ചിന്താശക്തി എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവർ അനുവർത്തിക്കുന്നത്. അതിലുപരി എന്തെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം അവർ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കാണിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട് അല്ലെ, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ഏറ്റവും വലിയ ലോകം അതാണ്, ആ പൊട്ടക്കിണറാണ്. അതിനപ്പുറത്ത് സമുദ്രം എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന്. ഇപ്പൊ പൊട്ടക്കിണറ്റിലെ തവളയെ സംബന്ധിച്ചിടത്തോളം തവളയുടെ ലോകം എന്ന് പറയുന്നത് ആ പൊട്ടക്കിണറാണ്. അതിനപ്പുറത്തേക്ക് വിശാലമായിട്ടുള്ള ഒരു സമുദ്രമുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് ഒരിക്കലും തവളയ്ക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെ കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ ഒരിക്കലും നമ്മൾ ആകരുതെന്നാണ് ശ്രീമദ് ഭാഗവതവും ആചാര്യന്മാരും നമ്മളോട് പറയുന്നത് അല്ലെ. നമ്മുടെ ഈ ചിന്താശക്തിക്ക് അതീതനാണ് ഭഗവാൻ സർവശക്തനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് നാം മനസ്സിലാക്കണം. തത്വത്തിലെങ്കിലും ഭഗവാന്റെ സുപ്രീമസി നാം അംഗീകരിച്ചാൽ മാത്രമേ നാം ഭഗവത്ഗീത പഠിക്കാൻ യോഗ്യരാകൂ എന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ അവതാരികയിലെ പ്രഭുപാദ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ല, അങ്ങനെ കരുതുന്നതാണ് നമ്മുടെ സകല നാശത്തിനും കാരണം എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ പൊട്ടക്കിണറ്റിലെ തവളയോട് നമ്മൾ പോയിട്ട് സമുദ്രത്തെ കുറിച്ചിട്ട് വിവരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആ തവളയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെ. ഒരു തവണയെങ്കിലും ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു വന്നാലല്ലേ സമുദ്രത്തിന്റെ വ്യാപ്തിയോ അല്ലെങ്കിൽ അതിന്റെ വിസ്തരണമോ അതിന് ബോധ്യപ്പെടൂ. അവരൊരിക്കലും അതിനൊരിക്കലും തയ്യാറാകില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നാം എത്രത്തോളം സമുദ്രത്തിന്റെ വ്യാപ്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അത് അവർക്ക് ബോധ്യപ്പെടുകയുമില്ല എന്ന് ഇവിടെ ശ്രീമദ് ഭാഗവതം പറയാണ്. കാരണം അവര് മാനസിക ഊഹാപോഹങ്ങളാണ് സദാ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. എന്തിനേയും ഏതിനേയും അവരുടെ അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവര് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലുത് എന്നാണ് അവരുടെ ചിന്ത അല്ലെ. പക്ഷെ ഭഗവാനെ നാം പരമദിവ്യോത്തമ പുരുഷനായിട്ട് മനസ്സിലാക്കുകയും അറിയുകയും വേണം. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് ധാമത്തിലേക്കുള്ള തിരികെ പോകലാണ്. അപ്പൊ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഭഗവാന്റെ സുപ്രീമസി അംഗീകരിക്കലാണ്, ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കലാണ്. ഇപ്പോൾ ഭഗവാൻ ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ കാഴ്ചവെച്ചിട്ടുണ്ട് അല്ലെ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ കുഞ്ഞു വിരലിലെ ഗോവർദ്ധന പർവ്വതം 7 ദിവസം ഭഗവാൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതുപോലെ പൂതനയെ വധിച്ചിട്ടുണ്ട്, ഒരുപാട് അസുരന്മാരെ വധിച്ചിട്ടുണ്ട്, വാമനദേവനായിട്ട് വന്ന് ഈ ലോകം തൻ്റെ പാദം വെച്ച് അളന്നെടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയെല്ലാം ഭഗവാൻ പ്രവർത്തിക്കുമ്പോൾ ഭഗവാന്റെ ആ സുപ്രീമസിയാണ് നാം അംഗീകരിക്കേണ്ടത് അല്ലേ. അതിന് പകരം നമ്മളിൽ ഒരാളാണ് ഭഗവാൻ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ അജ്ഞതയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ട് ആചാര്യന്മാര് പറയുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദ എപ്പോഴും പറയും അല്ലെ, ഞാൻ ഭഗവാനാണ് അല്ലെങ്കിൽ ഞാൻ ഈശ്വരനാണ് എന്ന് അവകാശപ്പെടുന്നു വരുന്നവരോട് ഒരു ചെറിയൊരു സ്റ്റൂൾ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ എന്ന് പ്രഭുപാദ ചോദിക്കാറുണ്ട് അല്ലെ. ഇപ്പോൾ നാം ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള വ്യക്തിയാണ് ഈശ്വരനാവുന്നത് അല്ലെ. ഇപ്പോൾ ഗോവർദ്ധന പർവ്വതം ഉയർത്താൻ നമുക്ക് സാധിക്കണം. എന്തിന് ഒരു ചെറിയൊരു ഗ്ലാസ് കുറച്ച് സമയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കൈകളെല്ലാം നമുക്ക് വേദന എടുക്കും അല്ലെ. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകളെല്ലാം വളരെ കുറഞ്ഞ അളവിലാണ്, പരിമിതമാണ്. പക്ഷെ ഭഗവാനോ അപരിമേയനാണ്. ഭഗവാൻ ഈ ഗുണങ്ങളും ഈ വ്യവസ്ഥകളും നിയമങ്ങളും ഒന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ അതിനെല്ലാം ഉപരിയായിട്ടുള്ള വ്യക്തിയാണ്. ഭഗവാൻ ഒരേ സമയം 16,108 പത്നിമാരെ സ്വന്തമാക്കാനും അവരെ ഒരുപോലെ കൊണ്ടു നടക്കാനും സാധിക്കും അല്ലെ. ദ്വാരകയിലെ കൊട്ടാരങ്ങളിൽ പോയാൽ ഈ 16,108 കൊട്ടാരങ്ങളിലും ഭഗവാനെ ഒരേ സമയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാരദ മഹർഷി പോലും ഭഗവാന്റെ ഈ വിസ്തരണം കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ. ആ ഒരു നാരദ മഹർഷിക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. നാരദ മഹർഷി വിചാരിച്ചത് എന്താണ്, ഓരോ ഭാര്യമാരും ഭഗവാനെ ഇന്ന് എൻ്റെ അടുത്ത് വന്നു, നാളെ മറ്റേ കൊട്ടാരത്തിൽ പോകുമെന്ന് വിചാരിച്ച് പരാതി പറയുമെന്ന് വിചാരിച്ച് അത് കേൾക്കാനാണ് നാരദ മഹർഷി വരുന്നത് അല്ലേ. പക്ഷെ എല്ലാ കൊട്ടാരത്തിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിച്ചു ആ സമയത്ത്.
അപ്പൊ നാരദ മഹർഷി വരുമ്പോൾ സത്യഭാമയോട് കലഹിക്കുന്ന ഭഗവാൻ, അല്ലെ, അല്ലെങ്കിൽ ജാമ്പവതിയോട് മല്ലയുദ്ധം നടത്തുന്ന ഭഗവാൻ, രുക്മിണി ദേവിയുടെ സേവനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഭഗവാൻ, അങ്ങനെ പല പല രീതിയിൽ സുധർമ്മ മണ്ഡപത്തിലെ രാജകാര്യങ്ങള് സംസാരിക്കുന്ന ഭഗവാൻ, അങ്ങനെ പല കാര്യങ്ങളില് പല രൂപത്തില് പല ഭാവത്തില് ഭഗവാനെ കാണാൻ നാരദ മഹർഷിക്ക് സാധിച്ചു. അപ്പൊ നാരദ മഹർഷി തന്നെ അത്ഭുതപ്പെട്ടു പോവാണ് ഭഗവാന്റെ ഈ വിസ്തരണം കാണുമ്പോൾ. അതാണ് ഭഗവാൻ, അല്ലേ? ഭഗവാൻ 16,108 ഭാര്യമാരെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭാര്യമാരോട് ഓരോരുത്തരോടും നീതി പുലർത്താൻ ഭഗവാന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന്റെ സുപ്രീമസി നാം അംഗീകരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും നമ്മളിൽ ഒരാളല്ല, അത് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഈ അല്പജ്ഞാനം കൊണ്ട് ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ധരിച്ചു വെക്കുന്നത്, അവർക്ക് എന്താണോ പ്രിയപ്പെട്ടത് അത് മാത്രം അവർ സ്വീകരിക്കും. ശാസ്ത്രത്തിന്റെ ആ ഒരു സത്യം അവരൊരിക്കലും ബോധ്യപ്പെടാനായിട്ട് തയ്യാറാവില്ല. അവർക്ക് എന്താണോ പ്രിയം, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഹിതം, അത് മാത്രം അവർ ശാസ്ത്രത്തിൽ നിന്ന് സ്വീകരിക്കും. അവർക്ക് താല്പര്യമില്ലാത്ത, അറിയാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങളെ അവർ തള്ളിക്കളയും. ഇതിനെ പറയുന്നത് അർത്ഥകുക്കുട ന്യായം എന്നാണ് പറയുന്നത്, അല്ലേ? എന്താണ് അർത്ഥകുക്കുട ന്യായം? ശങ്കരാചാര്യരുടെ ന്യായവാദത്തിൽ പെട്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു കോഴി സ്വർണ്ണമുട്ട തരുകയാണ്, അല്ലേ? അപ്പോൾ സ്വർണ്ണമുട്ട കോഴി തരുമ്പോൾ അതിന് ഭക്ഷണം കൊടുത്താൽ, ധാന്യങ്ങൾ കൊടുത്താൽ മാത്രമേ കോഴി നമുക്ക് മുട്ട തരൂ. പക്ഷേ എന്താണ്, കോഴിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് താല്പര്യമില്ല കോഴിയുടെ ഉടമസ്ഥന്. പക്ഷെ സ്വർണ്ണമുട്ട വേണം അയാൾക്ക് എന്നും. അപ്പോൾ എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കാനായിട്ട് താല്പര്യമില്ല, അതിനൊന്നും മെനക്കെടാൻ അയാൾക്ക് സമയമില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? കോഴിയുടെ ആ വായുടെ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കോഴീനെ പകുതി വെച്ചിട്ട് അങ്ങോട്ട് മുറിച്ചു മാറ്റും. അപ്പോൾ വായുണ്ടെങ്കിലല്ലേ കോഴി പിന്നീട് ഭക്ഷിക്കുള്ളൂ, അല്ലേ? പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കി പിൻഭാഗം വെച്ചിട്ട് ഇങ്ങനെ മുട്ട വരാനായിട്ട് കാത്തിരിക്കുകയാണ്. മുട്ട കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. കാരണം ഈ കോഴിക്ക് ഭക്ഷണം കൊടുത്താൽ മാത്രമേ കോഴി മുട്ട നൽകുകയുള്ളൂ. പക്ഷെ ആ സത്യം അവർ അംഗീകരിക്കില്ല. അപ്പോൾ സ്വർണ്ണമുട്ടയോടാണ് അവർക്ക് താല്പര്യം. കോഴിക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് അവരങ്ങോട്ട് മുറിച്ചു മാറ്റാണ്. അതേപോലെ, അല്ലെ, ഭഗവാന്റെ ലീലകളും കാര്യങ്ങളും എല്ലാം കഥകളുടെ രൂപത്തിൽ കേൾക്കാനും അറിയാനും, ഭഗവാന്റെ രാസലീല വർണ്ണിക്കുന്നത് കേൾക്കാനും എല്ലാം താല്പര്യമാണ്, അല്ലേ? പക്ഷേ ഭഗവാന്റെ സുപ്രീമസി ബോധ്യപ്പെടാനോ, ഭഗവാനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്താനോ, ഭഗവാനെ നമ്മുടെ നാഥനായിട്ട് അംഗീകരിക്കാനോ ഒന്നും ആർക്കും സാധിക്കില്ല. അപ്പോൾ അവർ പറയും, അത് ഭഗവാൻ നമ്മളിൽ ഒരാളാണ്, അല്ലെങ്കിൽ മാന്ത്രികനാണ്, അതിമാനുഷികമായിട്ടുള്ള എന്താ പറയുക ശക്തികൾ പ്രകടിപ്പിക്കുന്ന ഒരാളായിട്ട് ഭഗവാനെ ചിത്രീകരിക്കും. പക്ഷേ ഭഗവാന്റെ ഗുണബലങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഭഗവാന്റെ കാരുണ്യമാണ് നമ്മുടെ ജീവനും ജീവിതവും എന്നും ഉള്ള സത്യം ആരും ബോധ്യപ്പെടാൻ തയ്യാറല്ല. ഇതിനെയാണ് അർത്ഥകുക്കുട ന്യായം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം പറയുന്നത് വെറും അജ്ഞത കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള അനുമാനങ്ങൾക്ക് ഒന്നും യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും അവർ ഊഹാപോഹങ്ങൾ നടത്തി ഇങ്ങനെ സമയം കളയാണ്. അപ്പോൾ വെറും അജ്ഞത മാത്രമാണ് ഇതിനുള്ള മൂല കാരണം എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അജ്ഞത മാറ്റാനായിട്ട് സാധിക്കുക? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, അല്ലെ, കഥയന്തശ മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച, എന്നെക്കുറിച്ച് പരസ്പരം ബോധദീപ്തരാവുക, അല്ലെ, എന്നെക്കുറിച്ചിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. എൻ്റെ ശുദ്ധഭക്തന്മാര് അതാണ് നിത്യവും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ആ കഥയന്തശ മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച, എന്നെക്കുറിച്ചിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നാം ബോധദീപ്തരാകും, അല്ലേ? അന്യോന്യം നാം ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ബോധദീപ്തരായിട്ട് മാറുകയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അജ്ഞാനം നീക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഭഗവാനെ കുറിച്ച് നിത്യവും കേൾക്കുകയും മറ്റുള്ളവരോട് പറയുകയും ഭഗവാന്റെ സ്മരണ നിത്യവും ഹൃദയത്തിൽ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഭഗവാൻ എന്താണ് നൽകുന്നത്? ഭഗവാൻ പറയുന്നു, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം മേന മാം ഉപയാന്തിതേ, അല്ലേ? ഭഗവാൻ പറയാണ്, ദദാമി ബുദ്ധിയോഗം, ഞാൻ അവർക്ക് വേണ്ട സമയത്ത് വേണ്ടുന്ന ബുദ്ധി നൽകി അവരെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്, അല്ലേ?
അങ്ങനെ എന്നെ കുറിച്ചിട്ട് പ്രീതിപൂർവം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവരോട് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, തേഷാമേവാന് കമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസത്വ. ഭഗവാൻ പറയാണ്, ഞാൻ അവരോട് സവിശേഷമായ അനുകമ്പ, തേഷാമേവാനു കമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ, അല്ലേ, ഞാൻ അവരോട് സവിശേഷമായ അനുകമ്പയോടെ അവരുടെ ഹൃദയസ്ഥനായി ഇരുന്നു കൊണ്ട് അജ്ഞാനജന്യമായിട്ടുള്ള അവരുടെ ഹൃദയത്തിലെ തമസിനെ അകറ്റിക്കളയും. അല്ലേ, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അജ്ഞാനത്തെ അകറ്റിക്കളഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭഗവാനെ നമുക്ക് പരമദിവ്യോത്തമ പുരുഷനായിട്ട് ആരാധിക്കാനും സ്വീകരിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അല്ലേ, അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അജ്ഞത വെച്ചുകൊണ്ടിരുന്നാൽ ഈ ലോകത്ത് ഒന്നും തന്നെ നടക്കില്ല. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ അറിയാനും ഉള്ള ഓരോ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഓരോ അവസരങ്ങളും നാം പ്രയോജനപ്പെടുത്തുക. ഭഗവാന്റെ സേവനത്തിൽ ഓരോ നിമിഷവും മുഴുകുക, അതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ അജ്ഞത നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഈ അജ്ഞത അനാദികാലം മുതൽ നമ്മളുടെ കൂടെയുള്ളതാണ്. അല്ലേ, നമുക്ക് എന്നാണ് ഈ അജ്ഞത വന്നു പെട്ടത് അല്ലെങ്കിൽ എന്നാണ് നാം ഈ ഭൂമിയിൽ വന്നു പെട്ടത് എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാരണങ്ങൾ കൊണ്ട് അത് നമുക്ക് അജ്ഞതയാണ്. അപ്പോൾ ആ അജ്ഞത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാനാണ് നമുക്ക് ഈ മനുഷ്യ ജീവിതം തന്നിരിക്കുന്നത്. ഭഗവാൻ 11ാമത്തെ സ്കന്ധത്തിലെ ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്, 4 കാലും 8 കാലും 6 കാലും കാലില്ലാത്ത ജീവികളുമുണ്ട്. അല്ലേ, അവരിൽ 2 കാലുള്ള മനുഷ്യരോടാണ് എനിക്ക് ഏറ്റവും പ്രിയം. കാരണം അവർക്ക് മാത്രമേ എന്നിലേക്ക് വരാനും എന്നെ മനസ്സിലാക്കാനും ഈ ജീവിതാന്ത്യത്തിൽ എൻ്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാരുണ്യമാണ് ഭഗവാൻ മനുഷ്യരോട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്, അല്ലേ, നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത് ദുർലഭമാണ്, അതേസമയം ഭാഗ്യവുമാണ്. അധ്രുവം അർത്ഥതം എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യജന്മം നമുക്ക് എപ്പോഴും സ്വായത്തമാക്കാൻ പറ്റുന്ന ഒന്നല്ല, വളരെ വിരളമായിട്ട് മാത്രം കിട്ടുന്ന ഒന്നാണ്. പക്ഷേ ഭാഗ്യവുമാണ്. കാരണം നാം 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ പോകുമ്പോൾ ഒരിക്കൽ നമുക്ക് പ്രാപ്തമാകുന്ന മനുഷ്യജന്മം നാം പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിൻ്റെ ഭാഗ്യം നാം തിരിച്ചറിയണം. അപ്പം അതിനാണ് ആചാര്യന്മാരും ശാസ്ത്രങ്ങളും എല്ലാം നമുക്ക് അറിവുകൾ സമ്മാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ അജ്ഞത നാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ സുപ്രീമസി അംഗീകരിക്കുവാനും ഭഗവാനെ മനസ്സിലാക്കുവാനും ഈ ജീവിത അവസാനം ഭഗവത് ധാമത്തിലേക്ക് പോകുവാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ ചെറിയ രീതിയിലൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ കുറിച്ച് അറിയുവാനും വേണ്ടുന്ന ജ്ഞാനം ഭഗവാൻ നമുക്ക് തരും. ഭഗവാൻ അനുകമ്പയോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമുക്ക് വഴി കാണിച്ചു തരും. അല്ലേ, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ലഭിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനോട് സ്വാഭാവികമായിട്ടുള്ള സ്നേഹം തോന്നാത്തത്. അപ്പോൾ നമ്മുടെ അജ്ഞതയും നമ്മുടെ കർമ്മബന്ധങ്ങളും നമ്മളെ ഇങ്ങനെ തടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തുടച്ചു മാറ്റുവാൻ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള നാമജപമാണ് ഏറ്റവും വലിയ പോംവഴി. അപ്പോൾ ഭഗവാന്റെ അതീന്ദ്രിയ നാമജപം തുടർച്ചയായിട്ട്, അല്ലേ, സ്ഥിരതയോടുകൂടി ചെയ്യുക. ശബരി ചെയ്തതുപോലെ ശബരിയിൽ എങ്ങനെയാണ് ഭഗവാൻ പ്രീതിപ്പെട്ടത്? ശബരിയുടെ സ്ഥിരതയാണ് ഭഗവാൻ നോക്കുന്നത്. അല്ലേ, 1-2 ദിവസമല്ല ശബരി ആ പൂക്കളും പഴങ്ങളും വെച്ച് ഭഗവാനെ കാത്തിരുന്നത്. കാലാകാലങ്ങളോളം തൻ്റെ ഗുരുനാഥന്റെ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്നു. ആ സ്ഥിരതയാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോൾ നാം സ്ഥിരതയുള്ളവരാവുക. അഹൈതുകി അപ്രതീഹിതമായിട്ട് ഭഗവാനെ നാം ആരാധിക്കുകയും പ്രണമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഭഗവാൻ 18ാമത്തെ അധ്യായത്തിലും 9ാമത്തെ അധ്യായത്തിലും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, അല്ലേ, എൻ്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക, എന്നെ പ്രണമിക്കുക. ഇത്രയും മാത്രം ചെയ്യാനേ ഭഗവാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാം ബോധപൂർവം ചെയ്യുക. നമ്മുടെ അബുദ്ധ, അല്ലെ, ആ അജ്ഞത മാറ്റി വെച്ചിട്ട് ബോധപൂർവം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. അപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും സവിശേഷമായിട്ടുള്ള അനുകമ്പയോടെ നമ്മളെ നോക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ അജ്ഞാനത്തെ മാറ്റിത്തരികയും ചെയ്യും.
അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നാം അതാണ് പഠിക്കുന്നത് അല്ലേ? അജ്ഞതയാണ് എല്ലാത്തിനും ഹേതു. അപ്പോൾ ആ അജ്ഞതയില്ലാത്തവരായിട്ട് മാറുവാൻ നമുക്കുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് നാം പരിശ്രമിക്കണം. ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ അവസാനം ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രാപ്തി നാം കൈവരിക്കണം. അപ്പോൾ അതിന് ഏവർക്കും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, അതിനുള്ള ബുദ്ധി വൈഭവം ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശ്രീമദ് ഭാഗവതം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.